അതെ അവിടെ ചെല്ലുമ്പോഴേ മാമൻ്റെ അടുത്ത് എന്തൊട്ടൊക്കെ വേണ്ടതെന്നൊക്കെ പറഞ്ഞോളൂ കേട്ടാ. വൈകുന്നേരം അൽഫാം വാങ്ങിച്ചു തരാൻ, ജ്യൂസ് വാങ്ങിച്ചു തരാനൊക്കെ പറഞ്ഞോളൂ കേട്ടാ. പിന്നെ ഒന്നിനും അമ്മേനെ വിളിക്കരുത്, ഒക്കെ അമ്മേനെ വിളിച്ചോളൂ. ഓക്കെ ശരി. പിന്നെ അതില്ലേ സ്കൂൾ തുറക്കുമ്പോഴുള്ള ബാഗ്, ബുക്ക്, സാധനങ്ങളൊക്കെ മാമൻ്റെ അടുത്ത് പറയണം. ഓക്കെ അച്ഛൻ വാങ്ങിച്ചിരുന്ന് വെച്ചിട്ടിരിക്കണ്ട കേട്ടാ. മാമൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞോളൂ കേട്ടാ. പുതിയ മോഡലൊക്കെ അറിയില്ലേ? വേഗം നടക്കും. മാമനവിടെ ഉണ്ട് പോകുന്നുണ്ട്. ചേച്ചിയെ സ്കൂള് പൂട്ടുമ്പോഴേക്കും അവൾ കെട്ടുകൾക്കെടുത്ത് വന്നു കളിച്ചത്. ഞാൻ ആരാ ഇവിടെ ഒന്നും ആവശ്യമില്ല. നീയേ ഇരുന്നാ. ഞാൻ വിചാരിച്ച സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരാന്ന്. അവരിടയ്ക്കിടയ്ക്ക് കയറി വരേ. നിന്റെ ബാഗൊക്കെ കണ്ടപ്പോ ഞാൻ അതാ വിചാരിച്ചത്. അതെ ബാഗിൽ 2 ഡ്രസ്സ് വെച്ചിട്ടുള്ളു. പക്ഷെ ഈ ബാഗിന്റെ കുഴപ്പാ, ഇങ്ങനെ വലിയ ബാഗായി തോന്നി. വയ്യാണ്ട് ചേച്ചി ഒന്ന് അകത്തേക്ക് കൊണ്ടുവച്ചേ. തോട്ടങ്ങില നീ കേറ്. ഒരു കൊല്ലത്തേക്കുള്ള ദിവസം കൊണ്ട് വന്നോക്കണം. 2 ജോഡി ചോദിച്ചു. അല്ലടി അപ്പൊ അവനെന്ത് ചെയ്യാ? അവളെ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് അവിടെ അമ്മയില്ലേ? അത്ര വയസ്സൊന്നും ആയിട്ടില്ലല്ലോ. അമ്മ നോക്കിയോളൂ. മോനല്ലേ? എനിക്ക് വയ്യ. എത്ര ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട്. നീയല്ലേ മിഞ്ഞാന്ന് പോയത്? മിഞ്ഞാന്ന് വന്നിട്ട് ഞാൻ അന്ന് തന്നെ പോയില്ലേ. സ്കൂള് പൂട്ടിയപ്പോ ഈ ക്രാങ്ങളെയും കൊണ്ട് നിങ്ങക്ക് വല്ലയിടത്തേക്കും ടൂറൊന്നും പോണൊന്നില്ലേ? മാമൻ കൊണ്ടുവന്ന് പറഞ്ഞിട്ടല്ലേ. അത് കാരണം അതിനുള്ള ഡ്രസ്സ് കൊണ്ടുവന്നപ്പോ ഞങ്ങള് കൊണ്ടുവിട്ടാ. മാമൻ കൊണ്ടുവിട്ടാ. അതെ അമ്മായി അറിഞ്ഞിട്ടില്ല. ഈ ബാഗ് മതിയാ? നല്ല ഭംഗിണ്ടല്ലേ? മാമനെ അമ്മ അയച്ചു കൊടുക്കാട്ടാ. ആണോ? ചേച്ചി ഇത് വെള്ളം കൊടുത്തോണ്ടിക്ക്. ശരി, ജ്യൂസ് മതിട്ടാ. എനിക്കൊരു ഗ്ലാസ് വേണം. ഇനി വെക്കേഷൻ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാ മതി. ക്രിസ്ത്യങ്ങളെ കൊണ്ട് തോറ്റു. സ്കൂൾ പൂട്ടെന്ന് പറയുമ്പോൾ കെട്ടി കണക്കെടുത്ത് കേൾക്കും അമ്മി മോളും കൂടി. തുടങ്ങി എന്ത് കിട്ടിയത് നശിപ്പിച്ചോളൂട്ടാ. അടുക്കളയില് ഏത് തിരിച്ചുള്ള പോകാന്. ചേച്ചി ഈ ഡ്രസ് കൊള്ളാട്ടാ. നല്ല ഭംഗിയുണ്ട്. എനിക്ക് അഞ്ച കറക്റ്റ് ഫിറ്റ് ചെയ്ത് നോക്കി. വേണ്ടാ ഞാൻ എടുത്തോട്ടാ. ആരാ വാങ്ങിച്ചത്? ചേട്ടാ വാങ്ങിച്ചെന്താ? ചേച്ചിക്ക് വാങ്ങിച്ചാലും എനിക്കോ ഭംഗിയില്ലേ? നല്ല ഭംഗിയുണ്ട്. അടുത്ത ആഴ്ച അമ്പലത്തിൽ ഒരു പരിപാടി ഉണ്ട്, അതിനിടാം. എടുത്തോണ്ടാക്കിട്ടാ. അതും പോയി. ഇവളെ കൊണ്ട് കാണിച്ച് കഴിച്ചിട്ട് പറഞ്ഞാൽ മതി. തൊണ്ടയിൽ കുടുങ്ങും. ഈ ഞാൻ എൻ്റെ വീട്ടിലെ 2 ദിവസം നിൽക്കാൻ പോവാ. അവിടെ അമ്മ വിളിച്ചിട്ട് ശരിയില്ല. കുറെ നാളെ ഞാൻ വീട്ടിൽ പോയിട്ടേ. നീ ഇപ്പൊ ഇവിടെ ഇല്ലേ? അപ്പൊ ഞാൻ പോയിട്ട് വരാട്ടാ. ചേച്ചി എവിടേക്ക് പോണ? വീട്ടിക്കാ? അപ്പൊ ഞാനോ? ഞാൻ 2 ദിവസം നിൽക്കാൻ വന്നതല്ലേ. അപ്പൊ ഇവിടുത്തെ പണിയും കൂടെ അവനെ ഞാനും തിരിച്ച് അമ്മയ്ക്ക് 5 വയ്യല്ലോ. ചേച്ചി ഒന്നും ഇപ്പൊ പോയി ശരിയാവില്ല. ചേച്ചി ഞാൻ പോയി കഴിഞ്ഞിട്ട് എങ്ങാനും ഒരു ദിവസം അങ്ങനെ പോയിട്ട് വാ. അല്ലാണ്ട് ഞാൻ തിരിച്ച് ചെയ്യാ. ഞാൻ നിക്കാൻ വന്നിട്ട് ചേച്ചി അങ്ങനെ പോകാൻ പാടുവോ? പിന്നെ കല്യാണം കഴിച്ചു കൊടുത്ത ഒരു 7 നേരം വീട്ടിൽ പോയി നിൽക്കുക. എപ്പോഴെപ്പോഴും ഇവിടെ പണിയൊന്നുമില്ല. അമ്മേനെ നോക്കണ്ടേ? അമ്മയില്ലെങ്കിൽ ഓക്കെ, അമ്മേനെ ആരെ നോക്കുക? നീ വന്നതല്ല, സ്വന്തം അമ്മേനെ കുറച്ച് ദിവസം നോക്ക്. ഞാനല്ല എത്ര നാളെ നോക്കിയിരുന്നേ. എന്തായാലും അവിടെ തന്നെ നോക്കണില്ല. ഇവിടെ നിന്റെ സ്വന്തം അമ്മേനെങ്കിലും നോക്ക് 2 ദിവസം. ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് വരാം. ഇത് നല്ല കുത്ത്. ഇപ്പൊ ചേച്ചി ഇങ്ങനെ വർത്താനൊക്കെ പറയാറായില്ലേ? ഞങ്ങളിങ്ങോട്ട് വരട്ടെ. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ചേട്ടൻ്റെ അടുത്ത്. ചേട്ടൻ എന്നെ വിളിച്ചു വരുത്തി. ഇവിടെ 2 മാസം നിക്ക്, നീ വലിഞ്ഞ് വണ്ണം കുറഞ്ഞ ക്ഷീണാണ് എന്നൊക്കെ പറഞ്ഞ് മരുന്ന് ഇതൊക്കെ വാങ്ങിച്ചു തരാന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തിയത്. ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് അമ്മേനെ എന്റെ അടുത്ത് നോക്കാൻ വേണ്ടിട്ട് ചേച്ചി പോണില്ലേ? അത് നല്ലതാണല്ലോ. ഇങ്ങോട്ട് വരട്ടെ. ഞാൻ ചേട്ടനെ വിളിക്കട്ടെ. ചേച്ചി കാണിച്ചിട്ടുണ്ട് ഞാൻ. ചേച്ചി പോണതൊന്നും കാണാലോ. ഞാൻ എന്റെ ആങ്ങളെ വിളിക്കട്ടെ. എന്തൊരു സൂചിക്കേടാ. പോയതന്നെ എന്റെ അടുത്ത വിഷം കിട്ടും. അയ്യോ ഒന്നും കഴിച്ചില്ലേ മോള്? എന്തിട്ട് കഴിച്ചു? വയറ് കണ്ടില്ല? ഒന്നും ഇല്ലാത്ത പോലെ കിടക്കണം. വന്നേ അമ്മയോട് പറയാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരാനായിട്ട്. മാമൻ കുഴിമന്തി വേണം.
അമ്മേ എൻ്റെ മോള് വന്നിട്ട് കുറച്ച് ദിവസമില്ലേ പോവാടുന്നില്ല അവ തന്നെയുള്ളൂ അവിടെ എന്നിട്ട് പിന്നെ ഒരു ദിവസം വരാം ഇപ്പൊ പോവാൻ്റെ മോള് അമ്മയും തുടങ്ങിയ ചേച്ചി വക ചേച്ചി ഇപ്പൊ അമ്മയും തുടങ്ങിയ ഞാൻ കുറച്ച് ദിവസം എന്റെ കുടുംബത്തിൽ വന്ന് നിക്കണേനാണ് ഇങ്ങനെ പറയണത്. എനിക്ക് ഒരു മാസമായില്ലേ അപ്പൊ അവനവിടെ ഒരാൾ വേണ്ടേ അപ്പൊ പോവാ സ്കൂൾ തുറക്കുമ്പോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുക അവൻ ഇന്നിക്കുള്ളതൊക്കെ. ഏയ് അമ്മയ്ക്ക് വയ്യാത്ത പോലെയൊക്കെ ഉണ്ടല്ലോ, ഞാനുണ്ടെങ്കിൽ അമ്മയ്ക്കൊരു സമാധാനം. ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിക്കറിയാം എൻ്റെ അമ്മയുടെ മനസ്സ്. അമ്മ ഇങ്ങനെ പറയുന്നു വെച്ചാൽ എനിക്കറിയാം. ഞാൻ അത് കാരണം അവിടെ നിൽക്കണേ. അമ്മയ്ക്ക് വയ്യാത്ത അമ്മ വന്നല്ലല്ലോ, പോയി കിടന്നു കുറച്ചു നേരം ചെല്ല്. എൻ്റെ മോള് പറഞ്ഞത് ശരി, അമ്മയ്ക്ക് അതൊക്കെ അറിയാം. എൻ്റെ മോള് വന്നപ്പോ അമ്മയ്ക്ക് സമാധാനായി. എന്നിട്ട് കലവല് കഴിച്ച എൻ്റെ മോള് എന്തിട്ടമ്മ അവിടെ അനിച്ചിട്ടെങ്കിൽ എപ്പോഴും ഓരോന്നോടൊന്ന് കഴിക്കും. ഞാൻ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. എൻ്റെ മോളനുസരിച്ച് നോക്കി ഇവിടെ വന്നേ പിന്നെ അത് കഴിക്കണമൊന്നുമില്ല ഫുഡ്. അതെപ്പോഴും നല്ല നല്ല സാധനങ്ങൾ കഴിക്കണം താനേ. ഇവിടെ ഒന്നും ഇല്ല. മാമനോടേ പറയാം എൻ്റെ മോൾക്കും അമ്മയ്ക്കും ഒക്കെ എന്തെങ്കിലുമൊക്കെ മേടിക്കാനും സ്കൂളിൽ തുറക്കുമ്പോൾ കൊണ്ടുപോയിട്ടൊക്കെ. എനിക്കിന്ന് ബിരിയാണി മതിട്ടാ. കുറെ നേരം ഫോൺ ചെയ്തിട്ട് കരച്ചിലും പിടിച്ചിട്ടൊക്കെ. ആ ചേട്ടാ ഞാൻ വരാം, ഞാൻ ദേ ഇറങ്ങി. ആ ബസ്സിലായാലും വരാം, വേഗം വരാം. ആ ശരി. എന്തേടി കുറെ നേരമായില്ലോ ഫോൺ വിളിച്ചിട്ട് കരച്ചിലും ബഹളൊക്കെ, എന്താ കാര്യം? അവനല്ലേ വിളിച്ചേ? ആ ചേച്ചി ചേട്ടൻ തന്നെ വിളിച്ചേ. ആ പിശാശ് വന്നിട്ടുണ്ട് അവിടെ. അവളെ എന്നെയും കൊണ്ട പോവുള്ളോ? പിശാശ ആര് പറഞ്ഞേ? അവളില്ലേ എന്റെ നാത്തൂൻ, അവള് വന്നിണ്ടെന്ന്. മനുഷ്യന് തൊഴിലില്ല. ഇനി അവൾ അവിടെ പിള്ളേരൊക്കെ സ്കൂളിൽ ചേർത്തണേ. അവൾ അവിടെ നിക്കണെന്ന് എൻ്റെ അടുത്ത് വേഗം ചെല്ലാൻ പറഞ്ഞിട്ട് ഞാൻ എന്തൊട്ട് ചെയ്യാൻ? എനിക്കിനി പണി. രണ്ടെണ്ണുണ്ട് കിടാങ്ങള്. തിന്നാ മാത്രം വായി തുറക്കണം. 2 കിടാങ്ങള് ഏതു നേരം തിന്നണം. എനിക്ക് വയ്യ. അവൾക്ക് അനിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ, ഡ്രസ്സ്, ചെരുപ്പ് അവിടെ വന്നാൽ മൊത്തം എൻ്റെ വേണം. ഒക്കെ ഇപ്പൊ എൻ്റെ റൂമിൽ നമുക്ക് എടുക്കണ്ടാവുക. വേറെ റൂമൊന്നും പറ്റില്ല. ഞങ്ങളുടെ റൂമിലൊക്കെ എടുക്കണം. എന്നിട്ട് ഞങ്ങള് വേറെ റൂമിൽ പോയി എടുക്കണം. അയ്യോ നേരവേക്ക് ചേച്ചി ഞാൻ ഒന്ന് പോട്ടെ. എന്നെ ഇപ്പൊ പോയില്ലെങ്കിൽ അതും ഇങ്ങോട്ട് വരും. ചേട്ടൻ ഇങ്ങോട്ട് വന്ന് എന്നെ കൊല്ലും. വേഗം ചെല്ലാൻ പറഞ്ഞിട്ട് ബസ് വേണം. അമ്മ എനിക്ക് വിശക്കുണ്ട്. വിശപ്പേ നിന്റെ വായല് തന്നെയല്ലേ? നീ വായക്കണ്ട. നേരത്തെ എന്നോട് തിരക്കണം വിശപ്പ്. പിന്നെ നടക്കാൻ അങ്ങോട്ട് പൂവാച്ചൻ വിളിക്കുന്നുണ്ട്. അമ്മായി വന്നിട്ടുണ്ടെന്ന്. പിന്നെ ഇവിടത്തെ പോലെ എപ്പോഴും തിന്നോണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. അവിടെ ചെന്നിട്ട് അച്ഛൻ്റെ അടുത്ത് വിശക്കുണ്ട് പറയാൻ പറ്റില്ല. കഴിഞ്ഞ തിന്നലൊക്കെ നടക്കാൻ അങ്ങോട്ട്. സമാധാനായി ഭഗവാനെ. ഉണ്ടാക്കിയോ ഞാൻ അവളെ അനുഭവിക്കട്ടെ, എങ്ങനെയാന്നറിയട്ടെ. ഞാൻ അറിയും.